ഹായ് ഗൈസ്, രാവിലെ എൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നീച്ചു വന്നപ്പോൾ വീടൊക്കെ ആകെ നിശബ്ദത. കാരണം വേറെ ഒന്നുമല്ല, ദീദിമാർക്ക് ക്ലാസ് ഇറങ്ങിയപ്പോൾ ദീദിമാർ ക്ലാസ്സിന് അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഉമ്മച്ചി പോയത്. വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ നല്ല ബോറടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു. വൈദ്യുതി മയനല്ല പേടി, ഇടി മിന്നലിനാണ് പേടി. അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല മിന്നലടിക്കുന്നുണ്ടായിരുന്നു. ആർക്കൊക്കെ മിന്നലിനൊക്കെ പേടിന്ന് കമന്റ് ചെയ്യാം. നമ്മൾ പിന്നെ പണ്ടേ ഉത്തരവാദിത്തമുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ പറഞ്ഞ പണികളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കറി ഇളക്കണ കണ്ടാ തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയതാണ്. ഇമ്മച്ചി ഉണ്ടാക്കിച്ച് പോയതാണ്, ഞാൻ ചൂടാക്കണേ ഉള്ളൂ. അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അടിച്ചേരി തുടക്കാൻ നിന്നു. ഒരു കയ്യിൽ ഫോൺ പിടിച്ച് തുടക്കണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, തുടക്കണയിടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. അല്ലാതെ മോന്ത അടിച്ച് വീണിട്ട് അത് പറയാനുള്ള നാണക്കേട് കൊണ്ട് സ്ലിപ്പായി എന്ന് പറയണമെന്നല്ല കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇതിന്റെ തുടക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഴക്കാലൊക്കെ തുടങ്ങിയപ്പോൾ റൂമിന്റെ അവസ്ഥ പിന്നെ ഇതാണ്. ആരൊക്കെ വീട്ടിൽ ഇങ്ങനെ തോരയിടുന്നൊന്ന് കമന്റ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും കുളിച്ചിട്ടൊന്നും ഇല്ലേന്ന്. അല്ലേ തന്നെ കുളിക്കാൻ നല്ല മടിയുള്ള കുട്ടിയാണ് ഞാൻ. അതിന്റെ കൂടെ മയം കൂടി പെയ്തപ്പോ പറയേ വേണ്ട. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. അങ്ങനെ എന്താ വൈകുന്നേരം ഇപ്പൊ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീദിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദീദി വന്നപ്പോൾ ഈ ഒരു മുട്ടായും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചക്കൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച അങ്ങനെ ക്രിസ്പി ഒന്നും കിട്ടിയില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. ഇതിന്റെ ടേസ്റ്റ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരിച്ച് തിന്നുന്ന പോലത്തെ ടേസ്റ്റ് ആണ്. അതിന്റെ ഇടയിൽ അമ്മച്ചി നല്ല ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ചക്ക ഫ്രൈയും കൂടി തിന്നുണ്ടായിരുന്നു ആള്. ഞാൻ ഉണ്ടാക്കിയ ചക്ക വറുത്തത് അത്രക്ക് അങ്ങ് പിടിക്കാത്തതുകൊണ്ട് തന്നെ മിച്ചറും കൂട്ടിയാണ് ഞാൻ ഹോർലിക്സ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. മിച്ചറിൽ ഈ കാണുന്ന കടല മാത്രം പെറുക്കി തിന്നുന്ന സ്വഭാവം ആർക്കൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന്റെ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീദിനോട്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.